ലാപ്ത ലേഡീസ്. ഈ സിനിമയെ കുറിച്ചിട്ട് എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം പടം കണ്ടു കഴിഞ്ഞപ്പോൾ അത്രത്തോളം കണ്ണ് നിറഞ്ഞു പോവുകയും പലയിടങ്ങളിലും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നത്. അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കിരൺ റാവു ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ മൂവിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഈ പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ പലയിടങ്ങളിലും അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലയിടത്ത് ഡയറക്റ്റ് ആയിട്ടൊക്കെ നല്ല കൊട്ടുകൊടുത്തിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയിലുണ്ട്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് ഈ സിനിമയുടെ സ്റ്റോറി പോയിട്ടുള്ള ഒരു രീതിയാണ്. എവിടെയും നമുക്ക് യാതൊരു രീതിയിലുള്ള ബോറടി ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ റിയൽ ആയിട്ട് ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടത്തിന്റെ ഒരു സ്റ്റോറി. വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സിൽ ആരൊക്കെയാണോ അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ഒരു മൊമെന്റ്സ് സമ്മാനിച്ചിട്ടുണ്ടോ അതൊക്കെ മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് പെർഫോമൻസിൽ ഇവരുടെ ഒക്കെ പെർഫോമൻസ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതാണ്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ മനസ്സിൽ കയറി പറ്റിയതായിട്ടുള്ള ഒരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ. രവി കിഷൻ ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടർ ശ്യാം മനോഹർ ആണ്. അയ്യോ, അത് ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തൊട്ട് അവസാനിക്കുന്നത് വരെ അതിനെ പോർട്രേ ചെയ്തിട്ടുള്ള ആ ഒരു രീതി, അദ്ദേഹത്തിന്റെ ആ ഒരു ആക്സെന്റ്, വായിൽ മുറുക്കാനൊക്കെ വെച്ച് പാനൊക്കെ വെച്ച് ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസർ ആയിട്ടാണ് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിന് കാശിന് വേണ്ടിയിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആയിട്ടുള്ള ഒരാളായിട്ട്. പക്ഷെ പിന്നീട് സ്റ്റോറിയുടെ ഒരു പോക്കിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് ആളെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഇതിന്റെ ട്രിവ്യൂ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അമീർ ഖാൻ ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഓഡീഷൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടർ. കാരണം അദ്ദേഹമായിരുന്നു ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ, അറിയാലോ. പക്ഷെ അദ്ദേഹം തന്നെ വിചാരിച്ചു ഈ ഒരു ക്യാരക്ടർ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാവും നല്ലതെന്ന്. അങ്ങനെ രവി കിഷനിലേക്ക് എത്തിയും അദ്ദേഹം ഈ ക്യാരക്ടറിനെ വളരെയധികം മെമ്മറബിൾ ആക്കി തന്നെ ചെയ്തു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവിടുത്തെ കോൺസ്റ്റബിളിനോട് സംസാരിക്കുന്ന ചില രീതികളും ആളുടേതായിട്ടുള്ള ചില രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ മനസ്സിൽ കയറിപ്പറ്റി. ഈ ഒരു അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് വളരെയധികം ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു ക്യാരക്ടറാണ്. ഇതിൽ ദീപക് കുമാർ എന്ന് പറയുന്ന യുവാവിന് തന്റെ കല്യാണത്തിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് തന്റെ വൈഫിനെ മിസ്സാവുകയും മറ്റൊരാളുടെ ഭാര്യനെ അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. നല്ല കൊട്ട് എപ്പോഴും കൊടുക്കുന്നുണ്ട് പടത്തിൽ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലത്തെ പൊളിറ്റിക്സ്, ഇവിടെയുള്ള കുറെ അധികം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല മെസ്സേജസും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആ ഒരു ഗ്രാമത്തിന്റെ ഒരു ഭംഗി നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ ഇതിന്റെ സിനിമാറ്റോഗ്രഫിയുടെ സൈഡിനെ പറ്റിയിട്ടുണ്ട്. അത് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പല മൊമെന്റ്സും സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ അവസാനം ഒരു സൈക്കിൾ ചവിട്ടി ദീപക് കുമാറിന്റെ ക്യാരക്ടർ വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു ധൃതിയിൽ അടിച്ചു തന്നെ വീഴുന്ന ഒരു ഷോട്ട് ഉണ്ട്. അയ്യോ, പക്ക നമുക്ക് അയ്യോ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ ആയിരുന്നു ആ ഒരു ഷോട്ടിൽ കാണാൻ പറ്റിയിരുന്നത്. ആൻഡ് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ്, ഒരു വ്യക്തിക്ക് എത്രത്തോളം വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും പടത്തിൽ ഊന്നി ഊന്നി പറയുന്നുണ്ട്. സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. കാരണം ഇതുപോലുള്ള സിനിമകൾ ശരിക്കും സോഷ്യലി റെലവെന്റ് ആയിട്ട് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് എത്തേണ്ട ഒരു മൂവി തന്നെയാണ്. ഇതുപോലുള്ള പല മൂവികളും മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് അത്രത്തോളം ആ ഒരു ഇമ്പാക്ട് തോന്നിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു 2019 റിലീസ് ആയിട്ടുള്ള പാഡ്മാൻ, അതുപോലെ തന്നെ ടോയ്ലറ്റ്. അങ്ങനെ എടുത്ത നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്ര മൂവീസ് ഇപ്പൊ ബോളിവുഡിൽ നിന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പലരും പറയാറുണ്ട് ബോളിവുഡിൽ അത്രത്തോളം നല്ല കണ്ടന്റ് മൂവീസ് കുറവാണ്. പക്ഷെ ഇങ്ങനൊക്കെ ഒരു മൂവി നമുക്ക് കാണുമ്പോൾ തോന്നും ഇവരെത്ര നല്ല വൃത്തിക്കാണ് ആ ഒരു പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും പറയാൻ വിട്ടു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ക്യാരക്ടറാണ് മഞ്ജുമായി എന്ന് പറയുന്ന ഒരു ചായക്കട നടത്തുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുടെ ഒരു വീടിന്റെ ഉള്ളിൽ ഈ ദീപക് കുമാറിന്റെ ശരിക്കുള്ള വൈഫ് താമസിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റി പറ്റിയിട്ട് എങ്ങനെയാണ് അവരുടെ ലൈഫിൽ അങ്ങനെ വലിയ ആഘോഷിക്കാനായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ആളുടേതായിട്ടുള്ള ഒരു ലൈഫിനെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് ആളുടെ റൂമിലെ ബാക്കിൽ ഒരു ഷോട്ടിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ബാക്കിൽ അംബേദ്കറിനെയും ബുദ്ധനെയും വെച്ചിട്ടുണ്ട്. സോ ഈ അങ്ങനെയുള്ള ഒരുപാട് ഐഡിയോളജീസ് ഹാൻഡിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ ഇതിന്റെ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത അത്ര കാര്യങ്ങൾ ഈ സിനിമയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം ചില പാട്ടുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് സോങ്സ് ഇതിലുണ്ട്, ശരിക്കും അതൊന്നും സ്കിപ്പ് ചെയ്യാതെ ആ ഒരു ബ്യൂട്ടിയിൽ നമ്മൾ എങ്ങനെ ഇരുന്ന് പോവുകയാണ്. അല്ലെങ്കിൽ ഇതിൽ ദീപക് കുമാർ ഭാര്യയുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു സീനുണ്ട് ഒരു പാട്ടിൽ. അത് എന്ത് രസമായിരുന്നു ആ സീനൊക്കെ കൺവേ ചെയ്തിട്ടുള്ളത്. വളരെ ഇന്നസെൻസ് ഒക്കെ ആ സീനിൽ കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും സ്ത്രീകൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും പലപ്പോഴും പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലാപ്ത ലേഡീസ്. നമ്മുടെ മനസ്സും എവിടേക്കോ മിസ്സായി പോകും ഈ ഒരു പടം കാണുമ്പോൾ. അവസാനം ഒരു കണ്ണ് നമുക്ക് എവിടേക്കോ നിറഞ്ഞു പോകും. പടം തീർച്ചയായിട്ടും കാണാം. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.